കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഭരണകൂടത്തിന്റെ കെടും കാര്യസ്ഥതയ്ക്കെതിരെ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാർ സർവകലാശാല ജീവനക്കാരോട് കാണിക്കുന്ന തെറ്റായ നയത്തിനെതിരെയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റാഫ് ഓർഗനൈസേഷനും സോളിഡാരിറ്റി ഓഫ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസും സംയുക്തമായി പ്രതിഷേധ പ്രകടനവും വിശദീകരണ സദസ്സും സംഘടിപ്പിച്ചു. പരീക്ഷാ ഭവനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം അഡ്മിനിസ്ട്രേഷൻ പരിസരത്ത് സമാപിച്ചു. തുടർന്ന് ഭരണകാര്യാലയത്തിന് മുന്നിൽ വിശദീകരണ സദസ്സ് സംഘടിപ്പിച്ചു. ഗ്രാന്റ് ഇൻ എയ്ഡ് സ്ഥാപനങ്ങളുടെ ശമ്പള പെൻഷൻ ഉത്തരവാദിത്തങ്ങൾ സർക്കാർ കൈയൊഴിയുന്നതിനെതിരെയും വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ ചോർത്തുന്ന കേറി പദ്ധതിക്കെതിരെയും ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നത്. FUEO വൈസ് പ്രസിഡന്റ് വിജയകുമാർ TV പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. സ്ഥാപനങ്ങളെ നശിപ്പിക്കാമോ? അങ്ങനെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ വിഷയത്തിനെതിരെ ഞാനിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഏതാണ് നമുക്ക് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മളെ എത്രത്തോളം നമ്മളെ ഉപദ്രവിക്കുന്നുണ്ട്, നമ്മുടെ ധനകാര്യ മിസ്മാനേജ്മെന്റ് എന്തൊക്കെയാണെന്നുള്ളതിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഈ ഒരുപാട് സമയം ദീർഘിപ്പിക്കുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്തുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി ഒരു സംഭവം കൂടി ആരംഭിച്ചിരിക്കുന്നു. നിങ്ങൾ അറിഞ്ഞുവല്ലോ, മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും കാര്യങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് സംഗതിയുണ്ട്. സെക്രട്ടേറിയറ്റില് ഒരു ഡിപ്പാർട്ട്മെന്റാണ് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ്. ആകെ ഇത് നിങ്ങൾ SOM ഒക്കെ പഠിച്ചപ്പോഴത്തേക്കും പഠിച്ചിട്ടുണ്ട്. ഇത് എന്താണ് സർക്കാർ 38 ഡിപ്പാർട്ട്മെന്റുകൾ അങ്ങനെയല്ലോ അല്ലേ? 38 ഡിപ്പാർട്ട്മെന്റുകൾ. അതിലൊരെണ്ണമാണ് ഈ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്. അവിടെ എന്തുണ്ട്? സെക്രട്ടറി ഉണ്ട്, ഡയറക്ടർ ഉണ്ട്, ചെയർമാൻ ഉണ്ട്, ഇങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ SO ഉണ്ട്, അസിസ്റ്റന്റ് ഉണ്ട്, AR ഉണ്ട്, DR ഉണ്ട്, ഒക്കെ ഉണ്ട്. ഇവരൊക്കെ പോരാത്തത് കൊണ്ട് ഈ സർക്കാർ എന്ത് ചെയ്തു? ഒരു പബ്ലിക് റിലേഷൻ PR വർക്കിന് വേണ്ടി വേറൊരു ഏജൻസിയെ കൂടി ഏൽപ്പിച്ചു, വേറൊരു ഏജൻസിയെ കൂടി വെച്ചു. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച പുതിയൊരു വാർത്ത വന്നിരിക്കുന്നത്, ഞാൻ എന്റെ പേര് മറന്നു കേട്ടോ. ഇത് ജയ്സ എന്തെന്നാ ഞാൻ പേര് പറഞ്ഞേ? എന്തോ സ്ട്രാറ്റജി ആൻഡ് ഒരു പുതിയ ഒരു സാധനം കൂടെ വന്നിരിക്കുന്നു. 28 ജീവനക്കാരുൾപ്പെടുന്ന ഒരു പുതിയ സംവിധാനത്തെ വച്ചിരിക്കുന്നു. സീഡിറ്റിനെയാണ് അതിനെ ഏൽപ്പിച്ചത്. സീഡിറ്റ് ഒരു സംവിധാനമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ അവര് 10,22,00,000 രൂപയ്ക്ക് ഒരു പുതിയ PR ഏജൻസിയെ കൂടെ വെക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ചു പോകും ഇതൊക്കെ കണ്ടിട്ട്. എന്നുവെച്ചാൽ ഇവരുടെ ആരുടെയോ മരുമന്മാർക്കോ അമ്മായിമാർക്കോ ഒക്കെ എന്ത് ചെയ്യാനുണ്ട്? കുറച്ചു ദിവസം കൂടി എവിടെയെങ്കിലും ഇരുന്ന് പൈസ ഉണ്ടാക്കേണ്ടിയുള്ള ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇത് ഒരു പുതിയ ഏജൻസിയെ കൂടി വെച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ വളരെ കെടുകാര്യസ്ഥതയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ നമ്മൾ ശക്തമായി പ്രതികരിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാം. ഇത് ഗ്രാന്റ് ഇൻ എയ്ഡ് സ്ഥാപനമാണോ? ആണ്. ഉത്തരവാണ്. ആണെങ്കിൽ ഗ്രാന്റ് ഇൻ എയ്ഡ് സ്ഥാപനങ്ങൾക്ക് ഇപ്പോൾ ഇറങ്ങിയ ഉത്തരവ് 100% ബാധകമാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സോളിഡാരിറ്റി എംപ്ലോയീസ് യൂണിയൻ പ്രസിഡന്റ് മുഹമ്മദ് സാജിദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രതിഷേധത്തിന്റെ ഭാഗമായി സദസ്സിൽ വെച്ച് വിവാദ ഉത്തരവ് സ്റ്റാഫ് ഓർഗനൈസേഷൻസ് പ്രസിഡന്റ് K പ്രവീൺ കുമാർ കത്തിച്ചു. CT അജിത് കുമാർ, TV സമീർ, KO സ്വപ്ന എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് പ്രഭാതം, തേഞ്ഞിപ്പലം.